ശ്രീ ബി ജയരാജൻ നോക്കൂ, ഇവിടെ ഇപ്പോൾ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം പൂർത്തിയാകുമ്പോൾ 8 ലക്ഷം ഏതാണ്ട് 9 ലക്ഷത്തോളം വോട്ടർമാർ സംസ്ഥാനത്ത് പുറത്തായിട്ടുണ്ട്. അതിൻ്റെ 33% തിരുവനന്തപുരത്ത് എന്ന് വരുന്നു. ഒരുപാട് സൂക്ഷ്മ നിരീക്ഷണം നമ്മൾ ഈ ഘട്ടങ്ങളിലൊക്കെ നടത്തിയിട്ടുണ്ട്. നമ്മുടെ 3 രാഷ്ട്രീയ പാർട്ടികളും കൃത്യമായ 3 രാഷ്ട്രീയ പാർട്ടികളെന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട മുന്നണികളും രാഷ്ട്രീയ പാർട്ടികളും കൃത്യമായ ജാഗ്രത പുലർത്തിയിട്ടുണ്ട്. അതിനുശേഷവും 9 ലക്ഷം പേർ പുറത്തു പോകുന്ന ഒരു സാഹചര്യം. ഇതിൽ അസ്വാഭാവികമായി തോന്നുന്നത് ഈ 9 ലക്ഷത്തിൽ 33% വോട്ടർമാരും പുറത്തു പോയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ് എന്നതുകൊണ്ടാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അസ്വാഭാവികമായി തോന്നുന്നുണ്ടോ അക്കാര്യത്തിൽ? തിരുവനന്തപുരം ജില്ലയുടെ കാര്യത്തിലല്ല, മൊത്തത്തിൽ SIRന്റെ കാര്യത്തിൽ നമുക്കൊരു അസ്വാഭാവികത ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്നലെ TP രാമകൃഷ്ണൻ LDF കൺവീനർ നൽകിയ അഭിമുഖത്തിൽ പ്രത്യേകം പറഞ്ഞത്, SIRന്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിൽ പേരുണ്ടെന്ന് എല്ലാവരും ഉറപ്പാക്കണം. അർഹതപ്പെട്ട പലരും പട്ടികയിലില്ല. കേരളത്തിൻ്റെ പുറത്തുള്ളവർ വ്യാപകമായുണ്ട്. ഇതിൻ്റെ എന്താണ് കാരണമെന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കണം. കേന്ദ്ര സർക്കാരിനെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും നമ്മൾ വിശ്വസിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് കഴിഞ്ഞാൽ വലിയ അബദ്ധങ്ങളിൽ നിന്ന് ചെന്ന് ചാടും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ബീഹാർ. SIR നോട്ടിഫിക്കേഷൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ലംഘനമാണ് എന്ന് ആർട്ടിക്കിൾ 14, 19, 21 എന്നിവയുടെ ലംഘനമാണെന്ന്, അത് വയലേറ്റ് ചെയ്യുന്നതാണെന്ന് നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മുന്നിൽ. അതുകൊണ്ടാണ് അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ് ADR എന്ന് പറയുന്നത് ഈ എൻ മാസ് എക്സ്ക്ലൂഷൻ നടക്കുന്ന ബീഹാറിൽ ഇത് ചൂണ്ടിക്കാണിച്ചത്. ആദ്യഘട്ടത്തിൽ 65 ലക്ഷം വോട്ടർമാരാണ് ബീഹാറിൽ വെട്ടിമാറ്റിയത്. അതിനുശേഷം ഫൈനൽ ലിസ്റ്റ് വന്നപ്പോൾ 47 ലക്ഷമായി. അതിൽ 36.38 മരിച്ചുപോയെന്നും ഡ്യൂപ്ലിക്കേറ്റ് 7.1 ലക്ഷം ഉണ്ടെന്നും കല്യാണം കഴിഞ്ഞ് മറ്റ് സംസ്ഥാനങ്ങളിൽ പോയവർ കുറേ അധികം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവരിതിനകത്ത് തടി തപ്പാനായിട്ടുള്ള ശ്രമം നടത്തിയത്. പക്ഷേ എലക്ഷൻ റിസൾട്ട് വന്നപ്പോഴുള്ള മാറ്റം നമ്മൾ കണ്ടതാണ്. അവിടെ വിജയിക്കുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്ന പല സ്ഥാനാർത്ഥികളും വിജയിക്കുകയില്ലെന്ന് മാത്രമല്ല, അവർ അവിടെ നിതീഷ് കുമാറുമായിട്ട് സഖ്യം ഉണ്ടാക്കുകയും അധികാരം പിടിച്ചെടുക്കുകയും ചെയ്യും. അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി ബാലറ്റ് ബോക്സുകളിലാണ് ആദ്യമേ കൃത്രിമം കാണിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള മാർഗങ്ങളിലൂടെയാണ്. ഇതൊക്കെ എങ്ങോട്ടാണ് ചെന്ന് എത്തുന്നതെന്ന് പറഞ്ഞ ഒരു സെമി ഫാസിസ്റ്റ് ആയിട്ടുള്ള ഈ മുന്നണി, ഈ ഗവൺമെൻറ് ഇതൊരു പൂർണ്ണ ഫാസിസ്റ്റ് സംവിധാനത്തിലേക്ക്, ഇലക്ഷനെയും ഡെമോക്രസിയെയും അട്ടിമറിക്കുന്ന രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് എൻമാസ് എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. ജനങ്ങളുടെ അവകാശങ്ങൾ, അവർക്ക് ഭരണഘടന തന്നിട്ടുള്ള അവകാശങ്ങളെല്ലാം അട്ടിമറിക്കുന്ന ഒരു ശ്രമമാണ് നടത്തുന്നത്. ഇതിനകത്ത് നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിലെ കണക്ക് ഞാൻ പറയാം. തിരുവനന്തപുരം ജില്ലയിൽ നമുക്ക് 3.21 ലക്ഷം വോട്ടിൻ്റെ കുറവുണ്ട്. ഈ പറയുന്ന മലപ്പുറം ജില്ലയിൽ 2.02 ലക്ഷം വോട്ടിൻ്റെ കൂടുതലാണ് ഉണ്ടായിരിക്കുന്നത്. അതൊരു വലിയ ഡിസ്ക്രിപ്പൻസി ഒന്നുമല്ല ലക്ഷങ്ങളിൽ. അതിനകത്ത് കൊല്ലം, തിരുവനന്തപുരം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, തൃശ്ശൂർ, പാലക്കാട്, കാലിക്കറ്റ്, വയനാട് ഇത്രയും സ്ഥലങ്ങളിൽ വോട്ട് കുറഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് കാണാം. അപ്പം ഇങ്ങനെ വ്യാപകമായ രീതി, അതുകൊണ്ട് ഇപ്പോൾ BJP ഭരിക്കുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ BJP ഭരിക്കുന്ന സ്ഥലങ്ങളിലെ BJP നിൽ അക്കൗണ്ടാണ് കേരളത്തിൽ. BJP പണ്ട് തൊട്ടേ ഈ A മണ്ഡലങ്ങൾ, C മണ്ഡലങ്ങൾ, D മണ്ഡലങ്ങൾ എന്നൊക്കെ പേരിട്ടിട്ട് ദിവാസ്വപ്നം കാണുന്നതല്ലാതെ കേരളത്തിൽ അങ്ങനെ നടക്കുമെന്ന് തോന്നുന്നില്ല. പിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചില നീക്കുപോക്കുകളുടെ ഭാഗമായിട്ട്, അത് പ്രത്യേകിച്ച് UDFൻ്റെ നീക്കുപോക്കുകളുടെ ഭാഗമായിട്ട്, മറ്റ് പല സാഹചര്യങ്ങളുടെ ഭാഗമായിട്ടാണ് ഒരു MP സ്ഥാനം ഉണ്ടായ സുരേഷ് ഗോപിയുടെ MP സ്ഥാനം. തൃശ്ശൂരുകാരൊക്കെ പറയുന്നത് ഒരിക്കൽ അബദ്ധം പറ്റി, ഇനി ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല എന്നാണ് പറയുന്നത്. വളരെ സെക്കുലർ ആയിട്ടുള്ളൊരു കേരള സമൂഹത്തിൽ ഒരു വർഗീയ പാർട്ടികൾക്കും അവർ വേരൂന്നാൻ അനുവദിക്കത്തില്ല. അതുപോലെ തന്നെ അത് BJP ആണെങ്കിലും ശരി, ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിലും ശരി, ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് കൂട്ടുകൂടുന്ന ആരാണെങ്കിലും ശരി, അത് അവരുടെ എല്ലാം അന്ത്യം ഇത്തരത്തിൽ തന്നെ ആയിരിക്കും. സീറോ അക്കൗണ്ടിൽ തന്നെ നിൽക്കേണ്ടിയായിട്ട് വരും. അതാണ് അതിനകത്ത് പ്രധാനമായിട്ട് പറയേണ്ടത്. പിന്നെ ഇത് വലുതായിട്ട് പെരുപ്പിച്ച് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. വളരെ നെഗ്ലിജിബിളായിട്ടുള്ള വോട്ടാണ്. അതായത് 3.21 ലക്ഷം വോട്ടാണ് ഒരു മണ്ഡലത്തിൽ മൊത്തത്തിൽ കുറഞ്ഞത്. അത് കുറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, പക്ഷേ അത് സംസ്ഥാനത്ത് ആകെ കുറഞ്ഞതിന്റെ 33% തിരുവനന്തപുരം ജില്ലയിൽ എന്ന് വരുന്നു. മാത്രവുമല്ല, ഈ പ്രധാനപ്പെട്ട BJP സാധ്യത കൽപ്പിക്കുന്ന മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് ഏതാണ്ട് 40,000 വോട്ടിൻ്റെയൊക്കെ കുറവ് വരുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അതിൽ അസ്വാഭാവികത ഇല്ല എന്ന്, അല്ലെങ്കിൽ റിസൾട്ടിനെ മാറ്റിമറിക്കുന്ന ഒരു സാഹചര്യം ഇല്ല എന്ന് ഇടതു സഹയാത്രികനായ താങ്കൾ കരുതുന്നു, ഇല്ലേ?
അങ്ങനെയല്ല ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെയല്ല. സ്റ്റാറ്റിസ്റ്റിക്സ് എപ്പോഴും പൂർണ്ണമാവണമെന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ചില സോപ്പ് പൊടികളുടെ പരസ്യം പറയുന്ന പോലെ 10% വീട്ടമ്മമാരും ഇന്ന സോപ്പ് പൊടിയാണ് നല്ലതെന്ന് അവകാശപ്പെടുന്നുണ്ട്. ഇതിനകത്ത് സാമ്പിൾ സൈസിൻ്റെ കാര്യം പറയത്തില്ല. സാമ്പിൾ സൈസിൻ്റെ കാര്യം പറയാതെ 10 പേരെ എന്നിട്ടായിരിക്കും, 10 പേരെ ഇൻ്റർവ്യൂ ചെയ്തിട്ടായിരിക്കും 9 പേരുടെ അനുകൂലമായ തീരുമാനം എടുത്തിട്ട് ഇങ്ങനെ പെരുപ്പിച്ച് കാണിക്കുന്നത്. അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ട് ഒരുപാട് കളികൾ നമുക്ക് കളിക്കാനായിട്ട് പറ്റും. അതുപോലെ ഇങ്ങനെ സ്റ്റാറ്റിസ്റ്റിക്സ് ചില മുന്നണി കണ്ടിട്ടില്ലേ, പരാജയപ്പെട്ടെങ്കിലും ഞങ്ങൾക്ക് വോട്ട് കൂടി എന്നൊക്കെ പറയുന്നത് പോലെ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് കളികൾ കളിക്കാം. അങ്ങനെ നോക്കുമ്പോൾ തിരുവനന്തപുരത്ത് ഒരുപക്ഷെ താരതമ്യേന അത് 2 കാരണങ്ങളുണ്ട് പ്രധാനമായിട്ട്. ഒന്ന്, തലസ്ഥാനത്ത് രാഷ്ട്രീയ പാർട്ടികളൊന്നും ഗൗരവത്തോടെ SIRനെ എടുത്തില്ല. ഇടതുപക്ഷങ്ങൾ ഉൾപ്പെടെ, ഇടതുപക്ഷമാകട്ടെ കോൺഗ്രസ് ആകട്ടെ BJP ആകട്ടെ, എല്ലാവരും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പും ഒക്കെ കഴിഞ്ഞതിൻ്റെ ഒരു ആലസ്യത്തിലായിരുന്നു. അതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. അവരവരെല്ലാം വേണമെങ്കിൽ വോട്ട് ചേർക്കട്ടെ എന്ന്, അല്ലാതെ വ്യാപകമായ രീതിയിൽ ഒരു വോട്ട് ചേർപ്പിക്കൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ ഈ BLOമാരുടെ ചില പ്രശ്നങ്ങളൊക്കെ കാരണം ആളുകൾ, അവർക്ക് വർക്ക് ലോഡിൻ്റെ ചില പ്രശ്നങ്ങൾ വന്നു. ഇങ്ങനെ അത് ഇത്ര കുറഞ്ഞ സമയത്തിനകത്ത് വെച്ച് ഇതെങ്ങനെയാണ് നടപ്പിലെടുത്തുന്നതെന്ന് പലപ്പോഴും ഇവരോട് ആവശ്യപ്പെട്ടതാണ്. വളരെ കുറച്ച് സമയം കൊണ്ട്, വളരെ പരിമിതമായ സാഹചര്യങ്ങൾ കൊണ്ട്, വളരെ പരിമിതമായ ആൾക്കാരെ വെച്ചിട്ട് എങ്ങനെയാണ് ഇത്ര എലാബറേറ്റ് ആയിട്ടുള്ള സംവിധാനം. അപ്പോൾ വാശി പിടിക്കുന്നതാണ് പോലെ ഇത് പെട്ടെന്ന് നടത്തിയെടുത്തേ പറ്റൂ എന്നുള്ളത് ഗൺ പോയിന്റിലാണ് നടപ്പിലാക്കിയത്. അത് തന്നെ തെറ്റാണ്, അത് തന്നെ ജനാധിപത്യത്തിൽ തെറ്റാണ്. എന്നിട്ടും പറ്റുന്ന രീതിയിലൊക്കെ ചെയ്തപ്പോഴും ഇത്രയൊക്കെ വോട്ട് കുറവ് വന്നു. ഈ പറഞ്ഞതുപോലെ ബീഹാറിലൊന്നും വെട്ടിനിരത്തിയതുപോലുള്ളൊരു വെട്ടിനിരത്തലൊന്നും ഇവിടെ ഉണ്ടായില്ല. ഇതിൻ്റെ ഉത്തരവാദികൾ ആരാണ്? ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇതിൻ്റെ പൂർണ്ണമായിട്ട് ഉത്തരവാദിത്തം പറയേണ്ടത്. കേന്ദ്ര സർക്കാരാണ് ഇതിന് ഉത്തരവാദിത്തം പറയേണ്ടുന്നത്. അവരാണ് ഇതിനകത്ത് ശരിക്കും പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്. എന്നിട്ട് കേന്ദ്ര സർക്കാർ പറയുന്ന BJP ഇതിനകത്ത് പറയുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരും അങ്ങനെ അവരുടെ കോൺഗ്രസിൽ നിന്ന് അങ്ങനെ ഒരു സാധനം റേസ് ചെയ്ത് ഞാൻ ഇതുവരെ കണ്ടില്ല, ശ്രദ്ധിച്ചില്ല. അതുകൊണ്ടാണ്. ശരി, ശ്രീ റോണി കെ ബേബി, നോക്കൂ, ബീഹാറിൽ SIR വന്നു, അവിടെ വോട്ടർമാരുടെ എണ്ണം വലിയ രീതിയിൽ കുറവ് വരുന്നു, കരട് പട്ടികയിൽ ഏതാണ്ട് 60 ലക്ഷത്തോളം പേര് പുറത്തു പോകുന്ന ഒരു സാഹചര്യം വരുന്നു എന്നൊക്കെ പറയുമ്പോൾ വലിയ രീതിയിൽ അത് ചർച്ചയായിരുന്നു. ബീഹാറിൽ മാത്രമല്ല, രാജ്യമൊട്ടുക്കും അത് വലിയ ചർച്ചയാക്കാൻ ശ്രമം നടത്തിയിരുന്നു. കോൺഗ്രസ് ഈ പ്രചരണത്തിലൊക്കെ ഊന്നിയതും ഈ SIRമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. കേരളം ആദ്യഘട്ടത്തിൽ വലിയ എതിർപ്പ് ഇതുമായി ബന്ധപ്പെട്ട് പ്രകടിപ്പിച്ചിരുന്നതാണ്. ഇത് നീട്ടിവെക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അതൊന്നും സാധ്യമായില്ല. ഈ പ്രക്രിയയുമായി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ നമ്മൾ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നടന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും കുറവ് വോട്ടർമാർ പോയിട്ടുള്ള സംസ്ഥാനമാണ് കേരളം എന്നത് കാണാം. അത് ആശ്വസിക്കാവുന്നതാണ്. അതായത് അത്രയും ജാഗ്രതയോടുകൂടി തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ആ പ്രക്രിയയിൽ ഇടപെട്ടിട്ടുണ്ട്, മനുഷ്യരും ഇടപെട്ടിട്ടുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. അത്രയും അധികം ആളുകൾ അവരുടെ വോട്ട് നിലനിർത്താൻ വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ആളുകൾ, അതാണ്ട് 37% തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് പുറത്തു പോകുന്നു. തിരുവനന്തപുരം ജില്ലയിൽ മാത്രം 33% പേർ ആകെ പുറത്തു പോയതിൻ്റെത് പുറത്തു പോകുന്നു എന്ന് വരുന്നു. വട്ടിയൂർക്കാവ്, നേമം, തിരുവനന്തപുരം, കഴക്കൂട്ടം മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പുറത്തുപോയി എന്ന് വരുമ്പോൾ ആ കണക്കിൽ എന്തെങ്കിലും അസ്വാഭാവികത കോൺഗ്രസിനെ സംബന്ധിച്ച് തോന്നുന്നുണ്ടോ? എനിക്ക് ഈ ചർച്ചയിൽ ഏറ്റവും സംശയാസ്പദമായി എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത്, എനിക്ക് ഈ ചർച്ചയിൽ എന്നെ ഏറ്റവും അധികം അത്ഭുതപ്പെടുത്തിയത് ഇടതുപക്ഷത്തിന്റെ വക്താവായ പ്രിയപ്പെട്ട ശ്രീ ഡോക്ടർ ജയരാജ്, അദ്ദേഹം ഈ ചോദ്യത്തോട്, അതായത് തലസ്ഥാന നഗരിയിലെ പ്രധാനപ്പെട്ട 4 നിയോജക മണ്ഡലങ്ങളിൽ BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങൾ എന്ന് അവർ വിശേഷിപ്പിക്കുന്ന, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ BJPക്ക് അഭൂതപൂർവമായിട്ടുള്ള വോട്ട് വർധനവ് കാണിച്ച ആ മണ്ഡലങ്ങളിൽ ഇപ്പോൾ ഈ SIRന്റെ അന്തിമ വോട്ടർ പട്ടിക പുറത്തു വന്നതിന് ശേഷം ഇപ്പോൾ വലിയ രീതിയിൽ വോട്ടുകൾ കുറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം ആ വിഷയത്തെക്കുറിച്ച് അദ്ദേഹം ഒന്നും പറയാനായിട്ട് തയ്യാറാകുന്നില്ല എന്നത് എന്നെ വളരെ അത്ഭുതപ്പെടുത്തിയാണ്. ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം, ഇപ്പോൾ ഈ വോട്ടർ പട്ടികയുടെ അല്ലെങ്കിൽ ഈ പറയുന്ന SIRന് ശേഷമുള്ള അന്തിമ വോട്ടർ പട്ടിക വന്നപ്പോൾ ഇവിടെ രേണു ചൂണ്ടിക്കാണിച്ചതുപോലെ 8.9 ലക്ഷം ആളുകൾ പുറത്തായിരിക്കുന്നു. പക്ഷെ നമ്മൾ അതിനു മുൻപ് ഡിസംബർ മാസം 23-ാം തീയതി ഇതിന്റെ കരട് പുറത്തിറങ്ങിയിരുന്നു. അന്നും ഈ വിഷയം ചർച്ച ചെയ്യപ്പെട്ടതാണ്. അന്ന് കരട് പുറത്തായപ്പോൾ, അല്ലെങ്കിൽ ഡിസംബർ 23-ാം തീയതി ഇതിന്റെ കരട് പുറത്തു വന്നപ്പോൾ 24,08,000 ആളുകളാണ് അന്ന് ഈ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്തായത്. അന്ന് ഈ കാര്യം വളരെ കൃത്യമായി ചൂണ്ടിക്കാട്ടിയതാണ്. ഈ തലസ്ഥാന നഗരിയിലെ BJPയുടെ 4 മണ്ഡലങ്ങൾ മാത്രമല്ല, BJP അവരുടെ A ക്ലാസ് മണ്ഡലങ്ങൾ എന്ന് കേരളത്തിൽ വിശേഷിപ്പിക്കുന്ന 2-3 ഡസൻ മണ്ഡലങ്ങളിൽ, തൃശൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ക്രമാതീതമായി വോട്ടർ പട്ടികയിൽ വോട്ടുകൾ കുറഞ്ഞിരിക്കുന്നു
കൃത്യമായ രേഖകൾ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.